മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. കുറച്ചും കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുണ്ട്, അത് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ളത് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്നുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ദി പാസിംഗ് ഓഫ് ഫിനാൻസ് ആക്ടിൽ ദി കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഹാസ് സീസ് ടു എക്സിറ്റ് ഇഫക്റ്റീവ് ആയത് 26 May 2017 The appellate function under the Competition Act 2002 would now be conferred to the National Company Law Appellate Tribunal. These amendments were brought under the provision of a amendment under the provision of a part 16 of chapter and പിന്നെ പറയുന്നത് 6 of the Finance Act 2017. Accordingly, Section 2BA and 53A of Competition Act 2002 ലാണ് Section 410 of Companies Act 2013 has been appropriately amendment and various other provisions of the Companies Act 2002. അപ്പം അതിൽ വരുന്ന പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. എന്തൊക്കെ നിയമങ്ങളാണ് അതിൽ? NCLAT എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അല്ലേ. അതിലെന്തൊക്കെ നിയമങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എന്നാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അണ്ടർ സെക്ഷൻ 410 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. കമ്പനി ആക്ട് 2013 അതാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആൻഡ് ഫ്രം ദി കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട് 16 ഓഫ് ചാപ്റ്റർ 6 ഓഫ് ഫിനാൻസ് ആക്ട് 2017 അപ്പോൾ ആ ആക്ടിലാണ് അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. Be the appellate tribunal for the purpose of this act and said appellate tribunal shall എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? To hear and disposal of appeal against any direction issued or decision made on order passed by commission under subsection 2 and 6 of section 26, section 27, section 28, section 31, 32, 33, 38, 39 മുതൽ 46 ഓഫ് ദി ആക്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ടു ഹിയർ ആൻഡ് ഡിസ്പോസ് ഓഫ് അപ്പീൽസ്, ഹിയർ പറഞ്ഞാൽ കേൾക്കുക, അപ്പീൽസ് എന്തൊക്കെ? അഗെയിൻസ്റ്റ് ദി എനി ഡയറക്ഷൻ ഇഷ്യൂഡ് ആൻഡ് ഡിസിഷൻ മെയ്ഡ്, എന്തെങ്കിലും ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഡിസിഷൻസ് തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുക എന്നൊക്കെ പറയുന്നത് മെയ്ഡ് ഓർ ഓർഡർ പാസ്ഡ് ബൈ ദ കമ്മീഷൻ. എങ്ങനെയാണ് കമ്മീഷൻ? അണ്ടർ സബ്സെക്ഷൻ ഓഫ് 2 or 6 ഓഫ് സെക്ഷൻ 20. ഈ സെക്ഷനുകൾ പ്രകാരമൊക്കെയാണ് ഡയറക്ഷൻസും ഓർഡേഴ്സും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. പിന്നെ അഡ്ജുഡീഷിയേറ്റ് ഓൺ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ. പിന്നെ നമ്മൾ എങ്ങനെയാണ് വിധിക്കുന്നത്? അഡ്ജുഡീഷിയേറ്റ് പറഞ്ഞാൽ വിധിക്കുക, ഓരോ കാര്യങ്ങളും വിധിക്കുന്നത് എങ്ങനെയാണ്? ഓൺ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ ദാറ്റ് മേ അറൈസ്, എത്രത്തോളം കോമ്പൻസേഷനാണ്, നഷ്ടപരിഹാരം എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിധിക്കുന്നത് വെച്ചെങ്കിൽ മേ അറൈസ് ഫ്രം ദി ഫൈൻഡിങ്സ് ഓഫ് ദി കമ്മീഷൻ ഓർ ഓർഡേഴ്സ് ഓഫ് ദി അപ്പലേറ്റ് ട്രൈബ്യൂണൽ അല്ലേ. ഓർഡേഴ്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഫൈൻഡിങ്സിനനുസരിച്ചിട്ടൊക്കെയാണ് വിധിക്കുന്നത് അല്ലേ. To adjudicate on claim for compensation that may arise from the findings of the commission and orders of the appellate tribunal in appeal against any findings of the commission or under section 42A or under subsection 2 of the section 53Q of the act പാസ് ഓർഡേഴ്സ് ഫോർ ദി റിക്കവറി. എന്തൊക്കെയാണ് കോമ്പൻസേഷൻ എത്രയാണ് ഉണ്ടായെങ്കിൽ അത് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ 53N പറയുന്നുണ്ട്. പിന്നെ അപ്പീൽ ടു അപ്പലേറ്റ് ട്രൈബ്യൂണൽ. നെക്സ്റ്റ് വൺ അപ്പീൽസ് ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ അപ്പീൽ എന്തൊക്കെയാണ് പറയുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ഓർ എൻ്റർപ്രൈസ് or any person or aggrieved by any direction, decision or order referred to in a clause of section 53A may prefer an appeal to appellate tribunal അല്ല. അപ്പോൾ എന്താ പറയുന്നത്? അപ്പീലുകൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ കേസുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അപ്പീൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുക? സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, എൻ്റർപ്രൈസ് ഓർ എനി പേഴ്സൺ, അഗ്രീവ്ഡ് പറഞ്ഞാൽ തേർഡ് പാർട്ടി, ബൈ എനി ഡയറക്ഷൻ, ഡിസിഷൻസ്
ഓർഡേഴ്സ് റെഫേർഡ് ടു എ, എന്തൊക്കെയാണ് കാര്യങ്ങൾ വെച്ചെങ്കിൽ സെക്ഷൻ 53A പറയുന്നുണ്ട്. പിന്നെ എവരി അപ്പീൽ അണ്ടർ സബ്സെക്ഷൻ ഷാൾ ബി ഫിൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 60 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് അല്ലേ. അപ്പോൾ എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്? എവരി അപ്പീൽ, എല്ലാ അപ്പീലുകളും അണ്ടർ സബ്സെക്ഷൻ ഷാൾ ബി ഫിൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 60 days from the date on which copy of the direction or decision or order made by the commission is received by the central government, state government or local authority or enterprise or any person referred to in that subsection. It shall be in the form may be accompanied. അതിൻ്റെ കൂടെ നമ്മൾ അപ്പീൽ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യണം, എന്ത് കൂട്ടിച്ചേർക്കണം അല്ലേ. എത്രയാണ് ഫീസ് പറയുന്നത് വെച്ചെങ്കിൽ അതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ provided that the appellate tribunal may entertain an appeal after the expiry of the said period of 60 days if it is satisfied that there was a sufficient cause for not filing it within the period. On receipt of an appeal under subsection 1, the appellate tribunal may give parties to the appeal an opportunity. എന്തിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, അവസരമാണ് കൊടുക്കുന്നത്? ഹേർഡ്, പാസ് സച്ച് ഓർഡേഴ്സ് ദെറോൺ, എന്തൊക്കെ ഓർഡേഴ്സുകളാണ് വെച്ചെങ്കിൽ അത് പാസ് ചെയ്യുക. തിങ്ക് ഫിറ്റ്, കൺഫേമിംഗ്, മോഡിഫയിങ് ആൻഡ് സെറ്റിംഗ് അസൈഡ് ഫോർ ദി ഡയറക്ഷൻ, ഡിസിഷൻ ഓർ അപ്പീൽ ഓർ അതേമാതിരി അപ്പീൽഡ് അഗെയിൻസ്റ്റ്. നെക്സ്റ്റ് വൺ, the appellate tribunal shall send a copy of every order. അപ്പോൾ എന്തൊക്കെ ഓർഡറുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ കോപ്പി അല്ലേ. അപ്പോൾ the appellate tribunal shall send a copy of every order made by it to a commission and the parties to the appeal. The appeal filed before the appellate tribunal under subsection 1 shall be dealt within by expeditiously പറഞ്ഞ വേഗത്തിൽ, as possible, endeavor എന്ന് പറഞ്ഞ ഉദ്യമം അല്ലേ, shall be made it dispose the appeal within 6 months from the date of receipt. അപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്നാണോ അതിൻ്റെ റെസിപ്റ്റ് കിട്ടിയത് വെച്ചെങ്കിൽ അതിൻ്റെ 6 മാസത്തിൻ്റെ ഉള്ളിലാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പീൽ ഓർ അപ്പീൽ ടു ആപ്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിന് അപ്പീൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പീൽ ടു ആപ്ലേറ്റ് ട്രൈബ്യൂണൽ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. അപ്പീൽ ടു ആപ്ലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി ഓർ എൻ്റർപ്രൈസ്, ഏതൊരു എൻ്റർപ്രൈസ് ആയാലും അത്, ഓർ എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ എനി ഡയറക്ഷൻ, ഡിസിഷൻ ഓർ ഓർഡർ റെഫേർഡ് അല്ലെ, ഓർഡറുകൾ അതിൽ റെഫർ ചെയ്യുന്നുണ്ട്. പിന്നെ എവരി അപ്പീൽ അണ്ടർ സബ്സെക്ഷൻ 1 ഷാൾ ബി ഫിൽഡ് വിത്തിൻ എ പീരീഡ്, എത്ര മാസത്തിൻ്റെ, എത്ര ദിവസം, 60 days ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച്, അതിന് എന്നാണോ ഉണ്ടായത് വെച്ചെങ്കിൽ അതിൻ്റെ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലേ. ഡേറ്റ് ഓൺ വിച്ച് കോപ്പി ഓഫ് ദി ഡയറക്ഷൻ ആൻഡ് ഡിസിഷൻ ആൻഡ് ഓർഡർ മെയ്ഡ് ബൈ ദി കമ്മീഷൻ അല്ലേ, കമ്മീഷന് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് അത് നമ്മൾ കൊടുക്കുമ്പോൾ ഓൺ റെസിപ്റ്റ് ഓഫ് എൻ അപ്പീൽ അണ്ടർ സബ്സെക്ഷൻ 1, ദി appellate tribunal may after giving parties to the appeal opportunity of being heard pass such orders thereon as it think fit and confirming, modifying and setting aside for direction, decision or other appealed against. The appellate tribunal send a copy, ഒരു കോപ്പിയോട് every order made it to the commission and parties to the appeal. അതേമാതിരി ലാസ്റ്റ് വൺ, ദി അപ്പീൽ ഫിൽഡ് ബിഫോർ ദി appellate tribunal അണ്ടർ സബ്സെക്ഷൻ ഷാൾ ബി ഡെൽറ്റ് വിത്ത് ബൈ ഇറ്റ് എക്സ്പിഡൻറ്റ്സ്ലി ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക. എത്ര മാസത്തിൻ്റെ ഉള്ളിലാണ് അതിന് തീർപ്പുണ്ടാവുന്നത്? 6 മാസത്തിൻ്റെ ഉള്ളിലായിട്ടാണ് അതിന് തീർപ്പുണ്ടാവുന്നത്. പിന്നെ അവാർഡിങ് കോമ്പൻസേഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ ഈ കോമ്പൻസേഷൻ എങ്ങനെയൊക്കെയാണ് അല്ലേ, നഷ്ടപരിഹാരം എങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലേ. Without prejudice to any other provision contained in the Act, the central government or state government or local authority or any enterprise or any person may make an application to the appellate tribunal. എന്തിനു വേണ്ടിയിട്ട്? ടു അഡ്ജുഡീഷ്യേറ്റ് ചെയ്യണം, വിധിക്കുക. എന്ത്? ഓൺ ക്ലെയിം ഓഫ് കോമ്പൻസേഷൻ, എത്രത്തോളമാണ് കോമ്പൻസേഷൻ വരുന്നത് വെച്ചെങ്കിൽ അത് പറയുന്നതിന് വേണ്ടി, വിധിക്കുന്നതിന് വേണ്ടിയിട്ട്. That may arise from the findings of the commission and orders of the appellate tribunal in the appeal against any finding of the commission or under section 42 or subsection 2 of section 53Q of the Act. അപ്പോൾ എന്താ പറയുന്നത്? വിത്തൗട്ട് prejudice to any other provision contained in the Act. പ്രത്യേകിച്ച് പ്രൊവിഷൻസ് ഒന്നും ആക്റ്റിൽ കണ്ടെയ്ൻ ചെയ്തിട്ടില്ലെങ്കിൽ
the central government, state government or local authority or any enterprise or any person make an application to the appellate tribunal എന്തിനു വേണ്ടിയിട്ട് to adjudicate claim of compensation അല്ലേ, എത്ര ക്ലെയിംസ് ആണ് നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് that may arise in the finding of the commission, orders of the appellate tribunal in the appeal against any findings of the commission under section 42A and under subsection 2 or section 53Q of the act, pass an order for the recovery of compensation അല്ലേ, റിക്കവറി കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പൻസേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. Every application made under subsection 1 shall be accompanied by the എന്താണ് അക്കമ്പനി ചെയ്യുന്ന കൂട്ടിച്ചേർക്കുക ഫൈൻഡിങ്സ് ഓഫ് ദി കമ്മീഷൻ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അന്വേഷിക്കുന്നു. അപ്പോൾ അതിലെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, അവർ എന്തൊക്കെ കാര്യങ്ങളാണോ അതിൽ കണ്ടുപിടിച്ചത് വെച്ചെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സ് അല്ലെ അക്കമ്പനി ചെയ്യുന്ന കൂട്ടിച്ചേർക്കുന്നു. Every application made under subsection 1 shall be accompanied by a findings of the commission if any and also accompanied with such fees as may be prescribed. അപ്പോൾ അതിൻ്റെ കൂടെ ഫൈൻഡിങ്സ് അക്കമ്പനി ചെയ്യുകയും അതേമാതിരി തന്നെ ഫീസ് എത്രയാണ് പറയുന്നത് വെച്ചെങ്കിൽ അതും കൂടി അതിൽ മെൻഷൻ ചെയ്യുന്നു. The appellate tribunal may, after an inquiry made into the allegation എന്ന ആരോപണം, എന്തൊക്കെ ആരോപണങ്ങളാണോ അതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ മെൻഷൻ ഇൻ ദി അപ്ലിക്കേഷൻ made under subsection 1, pass an order directing the enterprise to make payment to the applicant of the amount determined by its reasonable from the enterprise as compensation for the loss or damage caused to the applicant as a result of any contravention of the provision അല്ലേ, ഏതെങ്കിലും തരത്തിലുള്ള ലോസുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്രയാണോ ലോസ് വരുന്നത് വെച്ചെങ്കിൽ അതെന്തൊക്കെയാണ് നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് അതിൽ മെഷർ ചെയ്യുന്നു അല്ലേ. The appellate tribunal after the inquiry made into the allegations പറഞ്ഞ ആരോപണങ്ങൾ അല്ലേ, എന്തൊക്കെ ആരോപണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അലിഗേഷൻസ് മെൻഷൻ ഇൻ ദി അപ്ലിക്കേഷൻ അല്ലേ, എന്തൊക്കെ ആപ്ലിക്കേഷനിൽ ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ആസ് എൻ ഓർഡർ ഡയറക്റ്റിംഗ് ബൈ എൻ എൻ്റർപ്രൈസ് ടു മേക്ക് പേയ്മെൻറ്റ് ടു ദ അപ്ലിക്കേഷൻ ദി എമൗണ്ട് ഡിറ്റർമിൻ, എത്രത്തോളം എമൗണ്ട് ആണ് പറയുന്നത് എന്നുള്ള കാര്യം അല്ലേ, by its realizable from the enterprise as compensation അല്ലേ, കോമ്പൻസേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി പ്രൊവൈഡഡ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊടുക്കുന്നത്, that the appellate tribunal may obtain the recommendation of the commission before passing an order of compensation അല്ലേ, മുന്നേയായിട്ട് where any loss or damage to referred in subsection 1 അല്ലേ, എത്രയാണ് ലോസ് എത്രയാണ് ഡാമേജ് എത്രത്തോളമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് subsection 1 is caused to a numerous person having the same interest, one or more of such a person may with the permission of the appellate tribunal make an application under the subsection എത്രയാണ് എന്താണ് കാര്യങ്ങൾ വരുന്നത് വെച്ചെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കുക on or behalf of the benefit of the person so interested and thereupon. അപ്പോൾ വേറെ ഇനി ലോസ് ഓർ ഡാമേജ് എത്രത്തോളമാണ് ലോസ് അല്ലെങ്കിൽ ഡാമേജ് ഇതുകൊണ്ട് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഏതിലാണ് സബ്സെക്ഷൻ 1 ഈസ് കോസ് ടു ന്യൂമറസ് പേഴ്സൺ ഹാവിങ് ദ സെയിം ഇൻട്രസ്റ്റ് one or more of such a person may with the permission of the appellate tribunal make an application under the subsection 4 on behalf or for the benefit of the person so interested and thereupon. ഇതൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പം നമ്മളിതിൽ പറഞ്ഞത് എന്തൊക്കെയാണ് അവാർഡിങ് കോമ്പൻസേഷൻ അല്ലേ, കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി, അപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്തു എന്നിട്ട് അപ്പീൽ നോക്കിയിട്ട് അതിന് വിധി വന്ന് അതിൽ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കതിൽ മെഷർ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ആപ്പലേറ്റ് ട്രൈബ്യൂണൽ. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് പറഞ്ഞ നടപടിക്രമങ്ങൾ പവേഴ്സ് എന്തൊക്കെയാണ്, ആപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ പ്രൊസീജിയേഴ്സും പവേഴ്സും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. The appellate tribunal shall not be bound any procedure laid down in the Code of Civil Procedure Code 1908. അപ്പോൾ may not bound any procedure laid down അല്ലേ in the ഏതിലാണ് 1908. It shall be guided by the principle of എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ പ്രിൻസിപ്പിളാണ് അതിൽ ഗൈഡ് ചെയ്യുന്നത്, നേച്ചുറൽ ജസ്റ്റിസ്, സബ്ജക്റ്റ് ടു അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, റൂൾസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അതേമാതിരി appellate tribunal shall have power എന്തിന് പവർ ടു റെഗുലേറ്റ് ചെയ്യാൻ നിയന്ത്രിക്കുക
his own procedure including the places at which they shall their sittings എവിടേക്കാണെന്നൊക്കെ നമ്മൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ അതിലൂടെ സാധിക്കുന്നു. The appellate tribunal shall have the purpose of discharging its function under this act. എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത്. എൻഫോഴ്സിങ് ദി അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ ആൻഡ് എക്സാമിനിങ് ഹിം ഓൺ ഓത്ത്. പിന്നെ റിക്വയറിങ് ദി ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് റിസീവിങ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ് എന്തൊക്കെയാണ് എവിഡൻസ് അല്ലെ, ഒരു അഫിഡവിറ്റ് ഉണ്ടാകുമ്പോൾ അതിന് എവിഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നെ സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻ ഓഫ് ദി സെക്ഷൻ 123 ആൻഡ് 124 ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, ഇഷ്യൂയിങ് കമ്മീഷൻ ഫോർ ദി എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് പറഞ്ഞ തെളിവിന് അല്ലേ ഓർ ഡോക്യുമെൻറ്റ്സ്, റിവ്യൂവിങ് ഇറ്റ്സ് ഡിസിഷൻ, dismissing a representation for fault and deciding in ex parte, setting aside any order of dismissal of any representation for default or any order passed by it ex partes, any other matter with which it may be prescribed. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് എവറി പ്രൊസീഡിംഗ് ബിഫോർ ദി appellate tribunal shall deem to be judicial proceeding within the meaning of ഏത് സെക്ഷൻ പ്രകാരമാണ് 193 and 228 for the purpose of section 196 of Indian Penal Code 45 of 1816 and the appellate tribunal shall deem to be a civil court for the purpose of section 195 and the Code of Criminal Procedure 1973 അല്ലേ. അപ്പം നമ്മളിതിൽ പറഞ്ഞത് പ്രൊസീജിയേഴ്സ് ആൻഡ് എന്തൊക്കെ പ്രൊസീജിയേഴ്സും എന്തൊക്കെ അധികാരങ്ങളുമാണ് നമ്മൾ ഈ appellate ട്രൈബ്യൂണലിനുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഗൈഡ് ചെയ്യുന്നത്. ഗൈഡ് ദി പ്രിൻസിപ്പിൾ ഓഫ് natural justice subject to other provisions of the act, rules made by the central government. Appellate tribunal shall have the power to regulate നിയന്ത്രിക്കുക its own procedure including the places at which they shall have their sittings. അതേമാതിരി പർപ്പസ് എന്താണ്, ഡിസ്ചാർജിങ് ഇസ് ഫങ്ഷൻസ് അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നത്. എൻഫോഴ്സിങ് ദി അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ, റിക്വയറിങ് ദ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്, റിസീവിംഗ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്, subject to the provision of section 123 and 124 of Indian Evidence Act, issuing commission issue ചെയ്യുന്നു for the examination of witness and or document, reviewing its decision, dismissing the representation of default, setting aside any order of dismissal. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് എല്ലാ പ്രൊസീഡിങ്സിനും മുന്നേ ആയിട്ട് the appellate tribunal shall deem to be a judicial proceedings വേണം within the meaning of section 193 and 228 and for the purpose of section 196. ഇനി അടുത്ത അപ്പീൽ ടു സുപ്രീം കോർട്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് ഓർ എനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ കമ്മീഷൻ ഓർ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഓർ എനി ലോക്കൽ അതോറിറ്റി ഓർ എനി എൻ്റർപ്രൈസ് ഓർ എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ എനി ഡിസിഷൻ or order of appellate tribunal may file എവിടെന്ത് ചെയ്യുന്നു അപ്പീലെ ടു സുപ്രീം കോർട്ട് വിത്തിൻ 60 days. എത്ര ദിവസം, 60 ദിവസത്തിൻ്റെ ഉള്ളിൽ 16 days ഫ്രം ദി ഡേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിസിഷൻ അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് എക്സംഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അപ്പീൽ സുപ്രീം കോർട്ടിൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ. ഇനി ഇതിൽ പറയുന്ന അപ്പീലുകളാണ് പറയുന്നത്. സുപ്രീം കോർട്ട് മേ ഇഫ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദി അപ്ലിക്കൻറ്റ് വാസ് പ്രിവെൻറ്റഡ് ബൈ ദി സഫിഷ്യൻറ്റ് കോസ് ഫ്രം ഫയലിംഗ് ദി അപ്പീൽ വിത്തിൻ ദി സെറ്റ് പീരീഡ് allow it to be filled after the expiry of the period of 60 days. അപ്പോൾ എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് 60 days ആണ് നമുക്കവിടെ പറയാനുള്ളത്. ഇനി പവർ ടു പണിഷ് ദ കണ്ടംപ്റ്റ് എന്തൊക്കെയാണ്, പവർ പണിഷ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. The appellate tribunal shall have and exercise the same judicial powers and authority in respect of contempt of itself as a high court has may exercise, and for this purpose the provision of the Contempt of Court Act 1971 shall have effect to subject to modification that എന്തൊക്കെയാണ് the reference therein to a high court shall be constructed as including reference to the appellate tribunal, the reference to the Advocate General in section 15 of the said act shall be construed as a reference to such law officer as the central government may by notification specify in this behalf.
ഇനി ഒഫൻസ് ആൻഡ് പെനാൾട്ടീസ് അണ്ടർ ദിസ് ആക്ട്. എന്തൊക്കെ ഒഫൻസുകളും പെനാൾട്ടികളുമാണ് നമുക്കിതിൽ പറയാനുള്ളത്. നെക്സ്റ്റ്, സെക്ഷൻ 42 പ്രൊവൈഡ്സ് പെനാൾട്ടി ഫോർ കോൺട്രവെൻഷൻ ഓഫ് ഓർഡേഴ്സ് ഓഫ് കോമ്പറ്റീഷൻ കമ്മീഷൻ അല്ലേ. എന്തൊക്കെ പെനാൾട്ടികളാണ് നമുക്ക് പറയാനുള്ളത്? സെക്ഷൻ 27 ഓർഡേഴ്സ് ബൈ കമ്മീഷൻ ആഫ്റ്റർ എൻക്വയറി ഇൻ ടു എഗ്രിമെൻറ്റ് ഓർ അബ്യൂസ് ഓഫ് ഡൊമിനൻറ്റ് പൊസിഷൻ. പിന്നെ 28 ഡിവിഷൻ ഓഫ് എൻ്റർപ്രൈസ് എൻജോയിങ് ഡൊമിനൻറ്റ് പൊസിഷൻ. പിന്നെ ഓർഡേഴ്സ് ഓഫ് കമ്മീഷൻ ഓൺ സർട്ടൺ കോമ്പിനേഷൻ. സെക്ഷൻ 32 ആക്ട്സ് ടേക്കൺ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. 33 ഇൻ്ററിം ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ കമ്മീഷൻ. സെക്ഷൻ 42A കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് കോൺട്രവെൻഷൻ ഓഫ് ഓർഡർ ഓഫ് കമ്മീഷൻ. സെക്ഷൻ 43A ഓർഡർ ഓഫ് പെനാൾട്ടി എങ്ങനെയൊക്കെയാണ് വെച്ചെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ. ഇത്രയൊക്കെ ഓർഡറുകളാണ് നമുക്കതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ സെക്ഷൻ 42 പ്രൊവൈഡ്സ് പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻ ഓഫ് ഓർഡേഴ്സ് ഓഫ് കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഓർഡേഴ്സ് സെക്ഷൻ 27 മുതൽ 27 ഓർഡേഴ്സ് ബൈ കമ്മീഷൻ പറയുന്നുണ്ട്. സെക്ഷൻ 28 ഡിവിഷൻ ഓഫ് എൻ്റർപ്രൈസ് പറയുന്നുണ്ട്. 31 ഓർഡേഴ്സ് ഓഫ് കമ്മീഷൻ ഓൺ സർട്ടൺ കോമ്പിനേഷൻ. സെക്ഷൻ 32 ആക്ട്സ് ടേക്കൺ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. പിന്നെ സെക്ഷൻ 33 ഇൻ്ററിം ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ കമ്മീഷൻ. 42 compensation in case of contravention of order of commission. 43A order for penalty for non-furnishing of information on combination. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി ഇതൊന്നും ശരിയായ തരത്തിലല്ല നമ്മൾ ഫോളോ ചെയ്ത് വെച്ചെങ്കിൽ അതിന് പണിഷ്മെൻ്റ് ഉണ്ട്. പണിഷബിൾ വിത്ത് എ ഫൈൻ എന്ന് പറയുന്നത് which may extend to rupees 1 lakh for each day during which such a non-compliance occurs, subject to a maximum എന്ന് പറയുന്നത് 10 കോടി രൂപ വരെയാണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ, കോമ്പൻസേഷൻ. Section 42A of the Act provides that any person may file an application to the appellate tribunal for an order for the recovery of compensation from any enterprise for any loss or damage caused for the contravention of the orders of the commission issued. സെക്ഷൻ ഇതൊക്കെ പ്രകാരം നമ്മൾ കുറേ സെക്ഷൻസ് പറഞ്ഞു, 27, 28 അത് പ്രകാരം ഒന്നുമല്ല ചെയ്തത് വെച്ചെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ വരും. എനി കണ്ടീഷൻ റെസ്ട്രിക്ഷൻ സബ്ജക്റ്റ് വിച്ച് മേ ബി അപ്രൂവൽ, സാങ്ഷൻ, ഡയറക്ഷൻ, എക്സംഷൻ in relation to any matter has been accorded, given, made, granted under this act, delaying in carried out orders or directions of the commission. അപ്പോൾ നമ്മൾ കുറേ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കുറേ സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഒന്നുമല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ നഷ്ടപരിഹാരം വരും എന്നുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അപ്പോൾ Section 42A of the Act provides that any person may file an application to the appellate tribunal for an order for the recovery of compensation from any enterprise for any loss or damage caused for the contravention of the orders of the Commission, orders issued under Section 27, 28, 31, 32, 33. Any condition or restrict subject to which any approval or sanction, direction or exemption in relation to any matter has been accorded, given, made, granted under this act, delaying അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്ത ഫെയിലിയർ വരിക അല്ലേ. ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ഡയറക്ഷൻ ആൻഡ് പെനാൽറ്റി അല്ലേ. അതിൽ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 36(2) provides that the Commission shall have, for the purpose of discharging its function of this Act, the same powers are vested in the Civil Court under the Code of Civil Procedure 1908, while trying a suit in respect of the following matters. ഏതിലൊക്കെയാണ്? Enforcing the attendance of any person, discovery and protection of documents, evidence of affidavit, issuing commission for the examination of witness and document, പിന്നെ അടുത്ത requesting subject to the provision of section 123, 124 Indian Evidence Act 1872. Section 36(4) provide the Commission may direct any person എങ്ങനെയൊക്കെയാകുമ്പോഴാണ് to produce before the Director General or Secretary or an officer authorized by it. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ ഒന്നെങ്കിൽ ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ ഓഫീസറെ ഇതൊക്കെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു.
to furnish to the Director General or Secretary or any other officer authorized by it. അതേമാതിരി തന്നെ ഡയറക്ടർ ജനറൽ, സെക്രട്ടറി അല്ലെങ്കിൽ വേറെ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഇറ്റ് ഇൻ ആസ് റെസ്പെക്റ്റ് ഓഫ് ട്രൈഡ് സച്ച് അതർ ഇൻഫോർമേഷൻ, അല്ലെ ട്രൈഡിനെ പറ്റിയിട്ടും ബാക്കിയുള്ള ഇൻഫോർമേഷനൊക്കെ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഫെയിലിയർ ടു വിത്ത്. അപ്പം നമ്മൾ ഫെയിലിയർ ഉണ്ടായിച്ചെങ്കിൽ അതൊക്കെ കറക്റ്റ് അല്ലേ എന്ന് മെഷർ ചെയ്യാനും അത് എത്രത്തോളം ഇഫക്റ്റീവാണ് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെയും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരതിന് സൊല്യൂഷൻ കണ്ടെത്തുകയും അതിനനുസരിച്ചിട്ടാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ, പെനാൽറ്റി ഫോർ നോൺ ഫർണിഷിംഗ് ഓഫ് ഇൻഫോർമേഷൻ. നോൺ ഫർണിഷിംഗ് ഇൻഫോർമേഷൻ സെക്ഷൻ 43A പ്രകാരം provides that if any person or enterprise who failed to give a notice to the Commission under section 6(2) of the Act, the Commission shall impose such a person or enterprise penalty may extend to 1% of total turnover or the asset whichever is higher. ഏതാണ് കൂടുതൽ വരുന്നത് വെച്ചെങ്കിൽ of such combination. Penalty for making false statement. False statement ഉണ്ടാക്കാൻ വേണ്ടി section 44 provides that if any person being a party to the combination make a statement which is false in material, തെറ്റാണ് വെച്ചെങ്കിൽ particular or knowing it to be false, അത് തെറ്റാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, or omit to state any material particular knowing it to be material, such a person shall be liable to a penalty എന്ന് പറയുന്നത് shall not less than 50 lakh, എത്ര വരെയാണ്, 1 കോടി രൂപ വരെയാണ് പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി ഫോർ ഒഫൻസ് ഇൻ റിലേഷൻ ടു ഫർണിഷിംഗ് ഓഫ് ഇൻഫർമേഷൻ, അല്ലേ. അപ്പോൾ സെക്ഷൻ 45 പ്രൊവൈഡ്സ് ദാറ്റ് വിത്തൗട്ട് പ്രജുഡീസ് ഓഫ് ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 44, ഇഫ് എ പേഴ്സൺ ഹൂ ഫർണിഷ് ആൻഡ് റിക്വയർഡ് ടു ഫർണിഷ് എനി പർട്ടിക്കുലേഴ്സ് ഡോക്യുമെൻറ്റ് എനി ഇൻഫോർമേഷൻ മേക്സ് എനി സ്റ്റേറ്റ്മെൻറ്റ്, എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ ഡോക്യുമെൻറ്റുകളൊക്കെ പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുക, അല്ലേ. മേക്ക് എനി സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഫർണിഷ് എനി ഡോക്യുമെൻറ്റ് വിച്ച് ഹീസ് നോസ് ആൻഡ് ദ റീസൺ ടു ബിലീവ്, എന്തുകൊണ്ടാണ് അത് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആയത് വെച്ചെങ്കിൽ അതിൻ്റെ റീസൺ, എനി മെറ്റീരിയൽ, അത് കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ പവർ ടു ഇമ്പോസ് ലെസ്സർ പെനാൾട്ടി. എന്ത് ഈ ലെസ്സർ ലെസ്സി എന്നൊക്കെ പറഞ്ഞാൽ ആരാണോ ഉടമസ്ഥ വെച്ചെങ്കിൽ അയാളെ ലെസ്സർ എന്നും മറ്റേയാളെ നമ്മൾ ലെസ്സി എന്നും, ഇപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ പാട്ടത്തിന് എടുക്കുന്നതാണ് ലെസ്സർ ലെസ്സി എന്നൊക്കെ പറയുന്നത്, അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പവർ ടു ഇമ്പോസ് ലെസ്സർക്ക് പറയാനുള്ളത്? സെക്ഷൻ 46 ഗീവ് പവേഴ്സ് ടു ദ കമ്മീഷൻ ടു ഇമ്പോസ് ലെസ്സർ പെനാൾട്ടി ദാറ്റ് മേ ബി, അത് എത്രയാണ് എന്നുള്ളത് പ്രൊവിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എത്രയാണ് അതിൽ നമ്മൾക്ക് ഇത് പറയുന്നത് വെച്ചെങ്കിൽ എന്തൊക്കെ പവേഴ്സാണുള്ളത് വെച്ചെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. This said section provides the commission if it is satisfied that any producer, seller, distributor, trader or service. പിന്നെ if the commission is satisfied, such a commissioner producer seller ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ included in the cartel had the course of proceeding, എന്തൊക്കെ കാര്യങ്ങളാണ്, not compel with the condition, അല്ലേ, on which the lesser penalty was imposed by the commission, had given a false evidence, disclosure is not a vital and thereupon such a producer, seller, distributor, trader, service provided, അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലേ. ഈ കോൺട്രവെൻഷൻ എങ്ങനെയൊക്കെ, കമ്പനിയുടെ ഇടപെടൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്? Section 48 provides that were a person committing contravention of any provisions of the Act or of any rule, regulation, other made, decision issued there under the company, every person who at the time of contravention was committed, അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ, റൂൾസ്, റെഗുലേഷൻസ്, ഓർഡർ, മെയ്ഡ് ഓർ ഡയറക്ഷൻ ഇഷ്യൂഡ് ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് കോൺട്രവെൻഷന് വേണ്ടി സാധിക്കുക. വാസ് ഇൻ ചാർജ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദി കമ്പനി, had to conduct the business of the company as well as the company which is deemed to be guilty for the contravention shall be liable to proceed against the punished accordingly. ഗിൽറ്റി ആണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്താണ് വെച്ചെങ്കിൽ പണിഷ്മെൻറ്റ് എന്താണ് പറയുന്നത് വെച്ചെങ്കിൽ അത് കിട്ടുന്നർത്ഥം. ഇപ്പം നമ്മൾ കോൺട്രവെൻഷൻ കമ്പനീസുമായിട്ട് കോൺട്രവെൻഷൻ നടത്തുന്ന സമയത്ത് റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെതിരായിട്ട് വല്ല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഇമ്പോസ്മെൻ്റ് ഓഫ് പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് നമുക്കിവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 പറയുന്നത്, അല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പം ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തിനൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞത് വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് പറയാം കേട്ടോ.
നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നാഷണൽ കമ്പനി ലോ ആപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നാഷണൽ അത് 2017 ഹാസ് സീസ് ടു എക്സിറ്റ് സ്റ്റോപ്പ് ചെയ്തു അല്ലേ, എക്സിറ്റ് ചെയ്തു 2017 26 മെയ് 2017. അതിൽ വരുന്ന പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രൊവിഷൻസാണ് അതിൽ അമെൻഡ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പോയിൻ്റ് വൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അപ്പീൽ കൊടുക്കാൻ പറ്റുക, ട്രൈബ്യൂണലിലേക്ക് നമുക്ക് എന്തെങ്കിലും കേസുകളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ അപ്പീൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യമാണ്. ഇനി അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ, വിധി വന്നു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ എങ്ങനെയൊക്കെയാണ്, നഷ്ടപരിഹാരം എങ്ങനെയൊക്കെയാണ് അവാർഡ് ചെയ്യുന്നത്, അവാർഡിങ് കോമ്പൻസേഷനാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി പ്രൊസീജിയേഴ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ആപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ പ്രൊസീജിയേഴ്സും പവേഴ്സും പറഞ്ഞു. അപ്പീൽ ടു സുപ്രീം കോർട്ട് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് എന്തൊക്കെയാണ് ഈ ആക്റ്റിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ പവേഴ്സ് ടു ഇമ്പോസ് ലെസ്സർ പെനാൽറ്റി പറഞ്ഞു. പിന്നെ കോൺട്രവെൻഷൻ ബൈ കമ്പനീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക. കുറച്ച് നിയമങ്ങളാണ്, വായിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും ഇപ്പം കഴിഞ്ഞു. ബിസിനസ് റെഗുലേഷൻ എന്നുള്ള ബുക്കിലെ എല്ലാ ടോപ്പിക്കുകളും എടുക്കാനുള്ളത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലുമൊക്കെ ചാപ്റ്ററുകൾ സംശയം വരികയാണെങ്കിൽ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്ക് ബിസിനസ് റെഗുലേഷൻ്റെ ഫുള്ളും എടുത്തു കഴിഞ്ഞു കേട്ടോ.